ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാഠഭാഗം നോക്കാം. ദ്വിതീയഃ പാഠഃ ദേശരക്ഷ പരമോ ധർമ്മഃ എന്നാണ് പാഠഭാഗത്തിന്റെ പേര്. അതിലെ ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. പുരാ കാശ്മീരേഷു നന്ദിനി ദേവി നാമിക കാചിത് ഗ്രാമീണ വസതി സ്മ. പണ്ട് കാശ്മീരിലെ നന്ദിനി ദേവി എന്നു പേരുള്ള ഒരു ഗ്രാമീണ സ്ത്രീ താമസിച്ചിരുന്നു. തസ്യാഹ ചത്വാരഹ പുത്രഃ ആസൻ. അവൾക്ക് 4 പുത്രന്മാർ ഉണ്ടായിരുന്നു. സർവേഷാം വിദ്യാഭ്യാസാധികം വിധിവത് നിരൂഹ്യ സ പരിവാരം പാലയതി സ്മ. വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിധിയാവണ്ണം എന്ന് വെച്ചാൽ വിധിയെപ്പോലെ നിറവേറ്റിയിട്ട് സ പരിവാരം പാലയതി സ്മ. അവൾ അവളുടെ കുടുംബത്തെ പരിപാലിച്ചു പോന്നു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. കാലാന്തരെ രാജ്യസീമായാം കലഹഃ സഞ്ജാതഃ. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രാജ്യാതിർത്തിയിലെ യുദ്ധമുണ്ടായി. സീമാരക്ഷണായ സൈനികാനാം ദൗർബല്യം അഭവത്. അതിർത്തി സംരക്ഷണത്തിന് സൈനികരുടെ കുറവ് അനുഭവപ്പെട്ടു. അതഹ ഗ്രാമമുഖ്യഃ ഗ്രാമീണാൻ ഏവം അവദത്. അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ആളെയാണ് ഗ്രാമമുഖ്യൻ എന്ന് പറയുക. ആ ഗ്രാമമുഖ്യൻ ഗ്രാമീണരോട് എല്ലാവരോടും ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ബോ ദേശസ്യ ഏഷ ദുർദശ. ഇപ്പോൾ രാജ്യത്തിന് ദുർദശയാണ്, രാജ്യത്തിന് നല്ല കാലമല്ല എന്നാണ് പറയുന്നത്. ഉപായ ഏക ഏവ. ഒരു ഉപായം ഒന്നേ ഉള്ളൂ. ഭവന്തഃ ഏകേകം യുവാനാം ആവശ്യം ദേശരക്ഷാयै പ്രേഷയന്തു ഇതി. രാജ്യ സംരക്ഷണത്തിനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോരോ പുത്രന്മാരെ അയക്കൂ എന്നാണ് അവിടെ ഗ്രാമമുഖ്യൻ പറയുന്നത്. അപ്പോൾ ഗ്രാമമുഖ്യൻ പറയുന്നത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പുത്രന്മാരിലെ ഓരോരുത്തരെ എല്ലാവരുടെയും പുത്രന്മാരിലെ ഓരോരുത്തരെ ദേശസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അയക്കാനായിട്ട് ഗ്രാമമുഖ്യൻ എല്ലാ ഗ്രാമവാസികളോടും അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. മുഖ്യസ്യ ദേശാനുസാരം നന്ദിനി ദേവി ജ്യേഷ്ഠം തനയം പ്രേഷയത്. ഗ്രാമമുഖ്യൻ പറഞ്ഞതിന്റെ നിർദ്ദേശം അനുസരിച്ച് നന്ദിനി ദേവി മൂത്ത മകനെ രാജ്യസംരക്ഷണത്തിനായിട്ട് അയച്ചു. ഏകമേവ സർവാഭിഹി കൃതം. ഇപ്രകാരം എല്ലാവരും ചെയ്തു. നന്ദിനി അയച്ച പോലെ മറ്റുള്ളവരും അവരുടെ പുത്രന്മാരെ അയച്ചു. ഇപ്രകാരം എല്ലാവരും ചെയ്തു. തഥാപി ജനബലേന ദേശരക്ഷ അപൂർണോ അഭവത്. എന്നിട്ടും ജനബലത്തിന്റെ കുറവ് കൊണ്ട് രാജ്യസംരക്ഷണം അപൂർണമായി മാറി. അതായത് അവിടെ ദേശരക്ഷയ്ക്ക് വീണ്ടും ആളുകളെ ആവശ്യമായിട്ട് വന്നു. ഇത്രയും പേര് പോയിട്ടും അതിന് കുറവൊന്നും കൂടുതലൊന്നും ഉണ്ടായില്ല. അതഹ സ ശിഷ്ടാൻ പുത്രാൻ ആഹൂയ അവദത്. അതുകൊണ്ട് നന്ദിനി ദേവി എന്ത് ചെയ്തു? മറ്റുള്ള പുത്രന്മാരെ ശിഷ്ടാൻ പുത്രാൻ ആഹൂയ, മറ്റുള്ള പുത്രന്മാരെ വിളിച്ചിട്ട് അവദത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പുത്രാഹ ദേശരക്ഷണം അസ്മാകം ധർമ്മഃ. അല്ലയോ പുത്രന്മാരെ, രാജ്യ സംരക്ഷണം നമ്മുടെ ധർമ്മമാണ്. രാജ്യസംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ് എന്ന് ആ അമ്മയായ നന്ദിനി ദേവി പറയാണ് മക്കളോട്. അതഹ തദേവ കാര്യം സ്വീകരുത ഇതി. അതുകൊണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്താലുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മക്കൾക്ക് കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. മാതുരാജ്ഞയ ക്രമേണ ഏകൈകാഹ സീമാം പ്രാപ്യ ദേശരക്ഷണ കർമാസു വ്യാപൃതഃ അഭവത്. അമ്മയുടെ ആജ്ഞപ്രകാരം ക്രമേണ ഓരോരുത്തരായി അതിർത്തിയിൽ ചെന്നിട്ട് രാജ്യസംരക്ഷണ കർമ്മത്തില് അവര്
വ്യാപൃതരായി തീർന്നു. എന്ന് വെച്ചാൽ അവർ അമ്മ പറഞ്ഞതനുസരിച്ച് ഓരോരുത്തരായി അതിർത്തിയിൽ പോയി രാജ്യസംരക്ഷണത്തിനായിട്ട് അവർ അവിടേക്ക് പോകാൻ തയ്യാറായി. ഓരോരുത്തരായിട്ട് പോയി. സൈനികാനാം അപര്യാപ്തതയാ ഗ്രാമമുഖ്യഃ പുനരപി ഗ്രാമീണാൻ സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. വീണ്ടും സൈനികരുടെ അപര്യാപ്തത ഉണ്ടായി. ആ അപര്യാപ്തതയിൽ ഗ്രാമമുഖ്യൻ വീണ്ടും ഗ്രാമീണരെ രാജ്യസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അയക്കാനായിട്ട് അവരോട് വീണ്ടും ഗ്രാമമുഖ്യൻ പറയാണ് ചെയ്യുന്നത്. ശ്രുത്യേത് നന്ദിനി ദേവി രോദിതും ആരഭത. ഇത് കേട്ടപ്പോൾ വീണ്ടും വന്നിട്ട് പറയാണ് ഇനിയും പുത്രന്മാരെ അയക്കണമെന്ന് ഗ്രാമമുഖ്യൻ പറയാണ്. ഇത് കേട്ടപ്പോൾ നന്ദിനി ദേവി കരയാൻ തുടങ്ങി. തഥാ കാജിത് തം ഉപേത്യ രോദന കാരണം അപൃച്ഛത്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അവളുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് കരയാനുള്ള കാരണമെന്ന് ചോദിച്ചു. ദേശരക്ഷ പരമോ ധർമ്മ. ദേശസംരക്ഷണം പരമമായ ധർമ്മമാണ്. ഇതഹ പരം പ്രേഷയിതും പഞ്ചമഹ പുത്രോ നാസ്തി ഇതി മേ ദുഃഖം. ഇതിനു വേണ്ടി അയക്കുവാൻ എനിക്ക് 5ാമത്തെ പുത്രൻ ഇല്ലല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. അപ്പം 4 പുത്രന്മാരാണ് നന്ദിനി ദേവിക്ക് ഉണ്ടായിരുന്നത്. 4 പുത്രന്മാരെയും സൈനിക അതിർത്തി സംരക്ഷണത്തിനായിട്ട് പറഞ്ഞു വിട്ടു. ഇനിയും ഗ്രാമമുഖ്യൻ പറഞ്ഞു മക്കളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ 5ാമതൊരു പുത്രൻ തനിക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ആ അമ്മ കരയുന്നത്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് 5ാമത്തെ പുത്രൻ ഇല്ലല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം എന്ന് പറയാണ്. ഇത് ദൃഢമനസ നന്ദിനി ദേവി നിവേദയത്. അങ്ങനെ ദൃഢമനസ്സോടെ നന്ദിനി ദേവി അറിയിച്ചു. ആ സ്ത്രീയോട് നന്ദിനി ദേവി പറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രയും ആണ് നമ്മുടെ ആ പാഠഭാഗത്ത് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പദച്ഛേദഃ പുനരപി പുനഃ അധികം അഭി ശ്രുത്യേതത് ശ്രുത്വ അധികം ഏതത് താം അധികം ഉപഗമ്യ രോദന കാരണം അധികം അപൃച്ഛത്. വിഗ്രഹഃ ഗ്രാമീണാൻ ഗ്രാമേ ഭവഃ ഗ്രാമീണഃ താൻ ഗ്രാമീണാൻ. ദൗർബല്യം ദുഃഖേന ലബ്ധും ശക്യം ദുർലഭം തസ്യ ഭാവഃ. രാജ്യസീമായാം രാജ്യസ്യ സീമ രാജ്യസീമ തസ്യാം. ദുർദശ ദുഷ്ടദശ. ശ്രേയസ്കരം ശ്രേയഃ കരോതി ഇതി ശ്രേയസ്കരം. ഇനി അവിടെ കുറച്ച് വ്യാകരണ വിശേഷം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ടീച്ചർ ഇവിടെ പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യാകരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലങ് ലട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർത്തമാനകാലം, അതായത് പ്രസന്റ് ടെൻസ് ആണ്. ലങ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അതൊക്കെ നമുക്കറിയാം. ഇവിടെ ഒരു ക്രിയയുടെ കൂടെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. വസതി എന്ന് പറയുന്നത് താമസിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം അത് ലട്ടാണ്. താമസിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്, ഇപ്പോൾ നടക്കുന്നതാണ്, താമസിക്കുന്നു. അതിൻ്റെ കൂടെ സ്മ എന്ന പദം ചേരുമ്പോൾ അതിന് ലങ് അർത്ഥമാണ് കിട്ടുക. അപ്പം സ്മ പ്രയോഗമാണ് അത്. സ്മ പ്രയോഗത്തിൽ വസതി സ്മ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നാണ് അർത്ഥം. അപ്പം ലങ്ങായി അവിടെ. അവസത് എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്, ആ അർത്ഥമാണ് അതിനുണ്ടാകുക. അപ്പം അത് സ്മ എന്നുള്ള പ്രയോഗം ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. സ്മ ഏതൊരു ക്രിയയുടെ കൂടെ സ്മ ചേരുമ്പോൾ അതിന് കിട്ടുന്ന അർത്ഥം, അതായത് ലട്ടിൻ്റെ കൂടെ പ്രസന്റ് ടെൻസിൻ്റെ കൂടെ സ്മ ചേരുമ്പോൾ അതിന് ലങ് പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥമായിരിക്കും, മീനിങ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇവിടെ വസതി സ്മ എന്ന് പറയുമ്പോൾ ആ സ്മ എന്ന് പറയുന്നത് ചേരുമ്പോൾ അവസത് എന്നുള്ള അർത്ഥമാണ് കിട്ടുക, താമസിച്ചു എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അത് ഏത് ക്രിയകളായാലും ശരി. മനസ്സിലായോ? അപ്പോൾ ഗച്ഛതി സ്മ എന്ന് പറയുമ്പോൾ അഗച്ഛത് എന്നുള്ള അർത്ഥമാണ് അവിടെ കിട്ടുക. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലബന്ധം അവ്യയം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവ്യയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കുറേയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ത്വാന്തം, അതുപോലെ ലബന്ധം, അതുപോലെ തന്നെ തുമുനന്ധം, ഈ അവ്യയങ്ങൾ ഇതൊക്കെ
ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളതാണ് കുറേശ്ശെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാം. നിങ്ങൾക്കതിവിടെ അധികം പ്രാധാന്യത്തിൽ കാണുന്നില്ല. അത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ, പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് അടുത്ത പേജിലുള്ളത്. അത് നമുക്ക് നോക്കാം. 13ാമത്തെ പേജിലാണ് പഠന പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പഠന പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പാഠഭാഗം നിങ്ങളോട് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പാഠഭാഗം നമുക്ക് ആവശ്യമുള്ളതാണ്. പഠന പ്രവർത്തനം ആവശ്യമുണ്ട്. കഥാസ്തംഭം ക്രമീകരോതു. കഥയിലെ കഥാഭാഗം അനുസരിച്ച് അതിനെ ക്രമീകരിക്കുക, ഓർഡറിലാക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം നമുക്കത് നോക്കാം, എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തേത് കാജിത് ഗ്രാമീണ പുത്ര ചതുഷ്ടയേന സഹ സസുഖം വസതി സ്മ. മൂന്നാമത്തേതാണ് ആദ്യം എഴുതേണ്ടത്. ഇനി രണ്ടാമത് എഴുതേണ്ടത് അഞ്ചാമത്തെയാണ് കേട്ടോ. ഏകദ രാജ്യസീമായാം കലഹോ അഭവത്. അപ്പോൾ രണ്ടാമത് എഴുതേണ്ടത് അഞ്ചാമത്തെയാണ്. ഇനി മൂന്നാമത് എഴുതേണ്ടത് രണ്ടാമത്തെയാണ്. പ്രതിഗൃഹം ഏകൈകം യുവാനാം ദേശരക്ഷാർത്ഥം പ്രേഷയന്തു ഇതി ഗ്രാമമുഖ്യ അവദത്. അതാണ് മൂന്നാമത് എഴുതേണ്ടത്, അതായത് രണ്ടാമത്തത് കേട്ടോ. ഇനി അടുത്തത് നാലാമത് എഴുതേണ്ടത് ആറാമത്തെയാണ്. ഗ്രാമമുഖ്യസ്യ ആദേശം ശ്രുത്വ സ പ്രഥമം പുത്രം തദർത്ഥം പ്രേഷയത്. അത് ആറാമത്തെയാണ് നമ്മൾ നാലാമത്തെ ആയിട്ട് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തത് പുനരഭി ആവശ്യകത ജ്ഞാത്വ സ ശിഷ്ടാൻ പുത്രാനഭി പ്രേഷിതവതി. അത് ഒന്നാമത്തെയാണ് നമ്മൾ അഞ്ചാമത് എഴുതേണ്ടത്. ഇനി ആറാമത് എഴുതേണ്ടത് ഇതോബി പ്രേഷയിതും മമ പുത്രോ നാസ്തി. നാലാമത്തെയാണ് ആറാമത്തെ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർ ഓർഡറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എന്നാലും ഒന്നും കൂടി ഓർഡറായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തത് 5, രണ്ടാമത്തത് 3, മൂന്നാമത്തത് 1, നാലാമത്തത് 6, അഞ്ചാമത്തത് 2, ആറാമത്തത് 4. ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ആ ഓർഡർ തെറ്റാണ്ട് എഴുതുക. പിന്നെ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ താഴെയുള്ള പഠന പ്രവർത്തനത്തിൽ ആ ആശയങ്ങൾ നോക്കിയിട്ട് ക്ലാസ്സിൽ അതിൻ്റെ ആശയം അവതരിപ്പിക്കാൻ, ആ പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങളോട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. നമുക്കിനി അടുത്ത പേജിൽ പഠന പ്രവർത്തനം ഉദാഹരണാനുസാരം ക്രിയാപദം പരിവർത്തിയ ലിഖതു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് ക്രിയാപദാനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തെക്തവധു പ്രത്യയാന്തഹ പുല്ലിംഗഹ എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ തെക്തവധു പ്രത്യയാന്തഹ സ്ത്രീലിംഗഹ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ക്രിയാപദം അവിടെ ആദ്യത്തേത് അകച്ചത് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അകച്ചത് എന്ന് പറഞ്ഞാൽ പോയി. ഗതവാൻ എന്ന് പറഞ്ഞാൽ അവിടെ പുല്ലിംഗാണ്, പോയവൻ എന്നാണ്. പിന്നെ സ്ത്രീലിംഗാണ്, ഗതവതി പോയവൾ എന്നാണ്. പിന്നത്തെ അബദത് എന്ന് പറഞ്ഞാൽ വീണു. പതിതവാൻ വീണവൻ, പതിതവതി വീണവള്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പോണത്. ഇനി അടുത്തത് അദാവത് എന്ന് പറഞ്ഞാൽ ഓടി എന്നുള്ളതാണ്. അപ്പോൾ ദാവതവാൻ എന്നാണ് അതിൻ്റെ പുല്ലിംഗം. സ്ത്രീലിംഗം ദാവതവതി. അടുത്തത് അലിഖത് എഴുതി അല്ലേ, അപ്പോൾ എഴുതിയവൻ എന്നാവണം. ലിഖിതവാൻ, പിന്നത്തെ ലിഖിതവതി എഴുതിയവൾ. അടുത്തത് അപാലയത് പാലിച്ചു, അപ്പോൾ പാലിതവാൻ, പിന്നത്തെ പാലിതവതി എന്നാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉള്ളത്. അതിൻ്റെ താഴെയുള്ളത് നിങ്ങളോട് ആ കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് അതിൻ്റെ താഴെയുള്ള പഠന പ്രവർത്തനം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഏകകം, അതായത് മൂന്നാമത്തെ പാഠഭാഗവുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.